നമസ്കാരം. ജൂലൈ 25 വെള്ളിയാഴ്ച തിയേറ്ററുകളിലും OTT പ്ലാറ്റ്ഫോമുകളിലുമായി റിലീസ് ചെയ്ത എല്ലാ മലയാള ചലച്ചിത്രങ്ങളെയും കുറിച്ചുള്ള ഒരു സമഗ്രമായ അവലോകനമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ആ സിനിമകളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും കൂടാതെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഈ വെള്ളിയാഴ്ച മലയാള സിനിമകളിൽ ചില ശ്രദ്ധേയമായ റിലീസുകൾ ഉണ്ടായിരുന്നു. തിയേറ്ററുകളിൽ ഒരു റൊണാൾഡോ ചിത്രം എന്ന ഒരു പുതിയ സിനിമ എത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ അജഗജാന്തരം 2, നീംറോഡ്, 13-ാം രാത്രി, പ്രേമപ്രന്ത്, ഓപ്പറേഷൻ റാഹത്ത് എന്നിങ്ങനെ നിരവധി പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങളും തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. OTT പ്ലാറ്റ്ഫോമുകളിലും ഈ ആഴ്ച X&Y, റോന്ത്, DNA തുടങ്ങിയ ചിത്രങ്ങൾ റിലീസ് ചെയ്യുകയുണ്ടായി. നമുക്ക് ഓരോന്നിനെയും പറ്റി വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യമായി നോക്കുന്നത് തിയേറ്റർ റിലീസുകളാണ്. ഒരു റൊണാൾഡോ ചിത്രം എന്നൊരു പടമാണ് ആദ്യത്തേത്. അതിൻ്റെ കഥ നോക്കുകയാണെങ്കിൽ സിനിമയെ ജീവനെ പോലെ സ്നേഹിക്കുകയും ഒരു സംവിധായകനാകാൻ സ്വപ്നം കാണുകയും ചെയ്യുന്ന റൊണാൾഡോ എന്ന ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന റൊണാൾഡോ താൻ പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ സ്നേഹം നേടാനും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും ശ്രമിക്കുന്നു. ഇതിനിടെ പ്രമുഖ സംവിധായകൻ PK അരവിന്ദൻ എന്നയാൾ ഒരു ചലച്ചിത്ര മത്സരം പ്രഖ്യാപിക്കുന്നതും അത് റൊണാൾഡോയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വഴിത്തിരിവാകുന്നത് എന്നുമാണ് ചിത്രത്തിൻ്റെ പ്രധാന ഇതിവൃത്തം. അവൻ്റെ സ്വപ്നങ്ങളും ആ പ്രണയവുമൊക്കെ സാക്ഷാത്കരിക്കാനായിട്ട് ഒരേ സമയം തന്നെ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ്, അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ സിനിമ. സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് റിനോയ് കല്ലൂറാണ്. ഒരു നവാഗത സംവിധായകൻ എന്ന നിലയിൽ ലളിതമായ ഒരു കഥയെ വളരെ ആത്മാർത്ഥതയോടെ തന്നെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കഥയുടെ ഘടനയിൽ ചിലയിടങ്ങളിൽ വേഗത കുറവുണ്ടായെങ്കിലും റൊണാൾഡോയുടെ വികാരങ്ങളെയും അവൻ്റെ ജീവിത സാഹചര്യങ്ങളെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ബഡ്ജറ്റിൽ ഹൃദയം തൊടുന്ന ഒരു കഥ പറയാനായിട്ട് റിനോയ് കല്ലൂർ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യ പകുതിയിൽ ചില പ്രവചനാതീതമായ നിമിഷങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടാം പകുതിയിൽ ചിത്രം കൂടുതൽ വൈകാരികതയിലേക്ക് വഴിമാറി എന്നുള്ളതാണ്. ഛായാഗ്രഹണം PM ഉണ്ണികൃഷ്ണനാണ്. ചിത്രത്തിലെ ദൃശ്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതൊരു സ്വാഭാവികമായിട്ടൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യും. റൊണാൾഡോയുടെ ഗ്രാമപ്രദേശവും നഗരങ്ങളിലെ അവൻ്റെ പോരാട്ടങ്ങളും ക്യാമറയിലൂടെ നന്നായി ഒപ്പിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും റൊണാൾഡോയുടെ സ്വപ്നങ്ങളെയും ഭാവനകളെയും സൂചിപ്പിക്കുന്ന രംഗങ്ങളിൽ ദൃശ്യങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗി നൽകിയിട്ടുണ്ട്. പശ്ചാത്തല സംഗീതം നോക്കുവാണെങ്കിൽ ദീപക് രവിയാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഇത് സിനിമയുടെ വൈകാരിക മുഹൂർത്തങ്ങളെയൊക്കെ നന്നായിട്ട് പിന്തുണച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചില രംഗങ്ങളിൽ സംഗീതം കൂടുതൽ ശക്തമാകേണ്ടിയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഗാനങ്ങൾ കഥയുടെ ഒഴുക്കിന് അനുസരിച്ചുള്ളതായിരുന്നു. അത് ചിത്രത്തിന് ഒരു ഫീൽ ഗുഡ് വൈബ് നൽകിയെന്നുള്ളതാണ്. പ്രധാന അഭിനേതാക്കളുടെ പ്രകടനം നോക്കുവാണെങ്കിൽ റൊണാൾഡോ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച അശ്വിൻ ജോസ് ഒരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒരു നവാഗതൻ എന്ന നിലയിൽ റൊണാൾഡോയുടെ നിഷ്കളങ്കതയും സ്വപ്നങ്ങളോടുമുള്ള അഭിനിവേശവും നന്നായിട്ട് അഭിനയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച ചൈതന്യ പ്രകാശ് റൊണാൾഡോയ്ക്ക് ഒരു നല്ല പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. ലാൽ തൻ്റെ അനുഭവ സമ്പത്ത് പ്രകടനത്തിലൂടെ അടയാളപ്പെടുത്തി. ഇന്ദ്രൻസെ, ഹന്ന റെജി കോശി എന്നിവരുൾപ്പെടെയുള്ള മറ്റ് അഭിനേതാക്കളും തങ്ങളുടെ വേഷങ്ങൾ ഗംഭീരമാക്കി. വ്യക്തിപരമായ അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഒരു റൊണാൾഡോ ചിത്രം വലിയ പ്രതീക്ഷകളില്ലാതെ തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു കൊച്ചു ചിത്രമാണ്. വലിയ ട്വിസ്റ്റുകളോ മാസ് രംഗങ്ങളോ ഇല്ലാത്ത ഒരു സാധാരണക്കാരൻ്റെ കഥയാണിത്. എങ്കിലും ജീവിതത്തിൽ സ്വപ്നങ്ങളെ പിന്തുടരുന്നവർക്കും പ്രണയബന്ധങ്ങളെ വിലമതിക്കുന്നവർക്കും ഈ ചിത്രം തീർച്ചയായും ഇഷ്ടപ്പെടും. കുടുംബത്തോടൊപ്പം കണ്ടിരിക്കാവുന്ന പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സിനിമയാണിത്. അടുത്തത് അജഗജാന്തരം 2 എന്ന ഒരു പടമാണ്. ആൻ്റണി വർഗീസ് പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം അജഗജാന്തരത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. ആക്ഷനും കോമഡിയും ഇടകലർത്തിയ ഒരു വിരുന്നായിരിക്കും ഈ ചിത്രവും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ആദ്യ ഭാഗം വലിയ വിജയം നേടിയതുകൊണ്ട് രണ്ടാം ഭാഗത്തിനും വലിയ പ്രേക്ഷക പിന്തുണ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. മറ്റൊന്ന് നീംറോഡാണ്. ഷൈൻ ടോം ചാക്കോയും ദിവ്യ പിള്ളയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ്. ഷൈൻ ടോം ചാക്കോയുടെ അഭിനയവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഈ ചിത്രത്തിന് ഒരു മുതൽക്കൂട്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അടുത്തത് 13-ാം രാത്രി എന്നുള്ള ഒരു പടമാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം ചാക്കോ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രവും ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട പടമാണ്. രാത്രിയുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമകൾക്ക്
മലയാളത്തിൽ എപ്പോഴും ഒരു പ്രത്യേക ആകർഷണമുണ്ട്. അടുത്തത് പ്രേമപ്രാന്താണ്. നിവിൻ പോളി പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ്. നിവിൻ പോളിയുടെ ആരാധകർക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു ചിത്രമായിരിക്കും ഇത്. അടുത്തത് ഓപ്പറേഷൻ റാഹത്താണ്. ശരത് കുമാർ പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം ഒരു ആക്ഷൻ ത്രില്ലറാണ്. വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ കഥയാണത്. അടുത്തത് OTT റിലീസുകളാണ്. എക്സ് ആൻഡ് വൈ എന്ന ഒരു പടമാണ്. അത് സൺ NXTയിലൂടെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കഥ നോക്കുവാണെങ്കിൽ സത്യപ്രകാശ് പ്രധാന വേഷത്തിലെത്തുന്ന ഈ ഒരു ചിത്രം ഒരു ആത്മീയ തലത്തിലുള്ള മാന്ത്രിക റിയലിസത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഒരു ഓട്ടോ ഡ്രൈവർ അവിചാരിതമായി ഒരാളുടെ മരണത്തിന് കാരണമാകുന്നു. എന്നാൽ അത്ഭുതകരമായി ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് ആ ഒരു ആത്മാവ് പ്രവേശിക്കുകയും പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് കഥയുടെ കാതൽ എന്ന് പറയുന്നത്. പ്രമേയം കൊണ്ട് വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ചിത്രമാണിത്. സത്യപ്രകാശ് ആണ് ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഒരു വേറിട്ട ആശയം അവതരിപ്പിക്കാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും കഥയുടെ ഒഴുക്ക് നഷ്ടപ്പെടുന്നതായും ചില ഭാഗങ്ങൾ പ്രേക്ഷകരുമായി പൂർണ്ണമായി കണക്ട് ചെയ്യാത്തതായിട്ടും തോന്നിയിട്ടുണ്ട്. മാന്ത്രിക റിയലിസം എന്ന വിഭാഗത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ചിത്രത്തിന് സാധിച്ചില്ല. ആദ്യ പകുതിയിലെ കഥ പറച്ചിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. ഛായാഗ്രഹണവും പശ്ചാത്തല സംഗീതവും ഒക്കെ നോക്കുകയാണെങ്കിൽ സാങ്കേതിക വശങ്ങൾ ശരാശരി നിലവാരം പുലർത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാഴ്ചയിൽ ഭംഗിയുണ്ടായിരുന്നെങ്കിലും കഥയുടെ ആഴം കൂട്ടാനായിട്ട് അവയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പശ്ചാത്തല സംഗീതം ചിലയിടങ്ങളിൽ ചിത്രത്തിന് ഗുണം ചെയ്തെങ്കിലും മൊത്തത്തിലൊരു അവിസ്മരണീയമായ ഒരു അനുഭവമൊന്നും നൽകിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാന അഭിനേതാക്കളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ സത്യപ്രകാശ് തൻ്റെ വേഷം ഭംഗിയാക്കി. എന്നാൽ മറ്റ് ചില കഥാപാത്രങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചിട്ടില്ല. കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥകൾ പൂർണ്ണമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ചില സമയങ്ങളിൽ അഭിനയത്തിന് കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നോക്കുകയാണെങ്കിൽ എക്സ് ആൻഡ് വൈ വ്യത്യസ്തമായ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ച ഒരു ചിത്രമാണ്. മാന്ത്രിക റിയലിസം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണിത്. എന്നാൽ തിരക്കഥയിലെ ചില പാളിച്ചകളും കഥയുടെ ഒഴുക്കില്ലായ്മയും ചിത്രത്തിന് ഒരു പരിമിതിയാണ് എന്ന് പറയാം. വലിയ പ്രതീക്ഷകളില്ലാതെ കണ്ടാൽ ഒരുപക്ഷെ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അടുത്ത ഒരു പടം റോന്ത് ആണ്. ജിയോ സിനിമയിലൂടെയാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. ഷാഹി കബീർ രചനയും സംവിധാനവും നിർവഹിച്ച റോന്ത് ഒരു പോലീസ് ത്രില്ലറാണ്. ഒരു പരിചയസമ്പന്നനായ SI യോഹന്നാനും അത് ദിലീഷ് പോത്തനാണ് അവതരിപ്പിക്കുന്നത്. ഒരു പുതിയ പോലീസുകാരൻ ദിനാദും അത് അവതരിപ്പിക്കുന്നത് റോഷൻ മാത്യു ആണ്. ഒരു രാത്രി പട്രോളിങ്ങിനിടെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ചിത്രത്തിൻ്റെ പ്രധാന ഭാഗം. മനഃശാസ്ത്രപരമായ സംഘർഷങ്ങളും ഇരുണ്ട സത്യങ്ങളും നിറഞ്ഞ ഒരു ചിത്രമാണിത്. ഓരോ സാഹചര്യങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങനെ പ്രതികരിക്കുന്നു, അവരുടെ മാനസികാവസ്ഥകൾ എങ്ങനെ മാറുന്നു എന്ന് ചിത്രം വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഷാഹി കബീർ തൻ്റെ അനുഭവ സമ്പത്ത് ഈ ചിത്രത്തിൽ വ്യക്തമായി ഉപയോഗിച്ചിട്ടുണ്ട്. കഥയുടെ ഒഴുക്കിനും സ്വാഭാവികതയ്ക്കും അദ്ദേഹം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നായാട്ട് പോലുള്ള ചിത്രങ്ങൾക്ക് ശേഷം സാമൂഹിക വിമർശനം നിറഞ്ഞ ഒരു പോലീസ് ഡ്രാമ ഒരുക്കുന്നതിൽ ഷാഹി കബീർ വിജയിച്ചിട്ടുണ്ട്. തിരക്കഥ ശക്തവും ഓരോ കഥാപാത്രത്തിനും വ്യക്തമായ ഒരു ഇടം നൽകുന്നതുമാണ്. മനേഷ് മാധവനാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകൻ. ഛായാഗ്രഹണം ചിത്രത്തിന് ഒരു ഇരുണ്ടതും യഥാർത്ഥവുമായ ഒരു മൂഡ് നൽകിയിട്ടുണ്ട്. രാത്രികാല ദൃശ്യങ്ങൾ, ഇൻവെസ്റ്റിഗേഷൻ രംഗങ്ങളും ഒക്കെ വളരെ ആകർഷകമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ദൃശ്യങ്ങൾ കഥയുടെ തീവ്രത വർദ്ധിപ്പിക്കാനായിട്ട് സഹായിച്ചു. പശ്ചാത്തല സംഗീതം നോക്കുകയാണെങ്കിൽ ചിത്രത്തിന് ഒരു ത്രില്ലർ അനുഭവം നൽകിയിട്ടുണ്ട്. പലപ്പോഴും രംഗങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കാനും പ്രേക്ഷകരെ കഥയിലേക്ക് പിടിച്ചിരുത്താനും സംഗീതം സഹായിച്ചിട്ടുണ്ട്. പ്രധാന അഭിനേതാക്കളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ദിലീഷ് പോത്തൻ SI യോഹന്നാൻ എന്ന കഥാപാത്രത്തെ അതിഗംഭീരമാക്കി. റോഷൻ മാത്യുവും ദിനാദ് എന്ന പോലീസുകാരനെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇരുവരുടെയും കെമിസ്ട്രി ചിത്രത്തെ കൂടുതൽ സ്വാഭാവികമാക്കി എന്ന് പറയാം. സഹതാരങ്ങളും തങ്ങളുടെ വേഷങ്ങളൊക്കെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ റോന്ത് ഒരു മികച്ച പോലീസ് ഡ്രാമയും ത്രില്ലറുമാണ്. യാഥാർത്ഥ്യത്തോട് ചേർന്നു നിൽക്കുന്ന ഒരു കഥയും മികച്ച അഭിനയ മുഹൂർത്തങ്ങളും ഈ ചിത്രത്തെ വേറിട്ട് നിർത്തുന്നു എന്നുള്ളതാണ്. ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും യഥാർത്ഥ ജീവിതാനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ചിത്രം തീർച്ചയായും ഇഷ്ടപ്പെടും. അടുത്തത് DNA എന്നൊരു പടമാണ്.
അഥർവയും നിമിഷ സജയനും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഈ ചിത്രം ഒരു ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഒരു ദമ്പതികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഈ കഥ. ഛായാഗ്രഹണം ചിത്രത്തിന് ഒരു ത്രില്ലർ മൂഡ് നൽകാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പശ്ചാത്തല സംഗീതം പലപ്പോഴും കഥയുടെ പിരിമുറുക്കം വർദ്ധിപ്പിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. സാങ്കേതികമായി ചിത്രം നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ട്. പ്രധാന അഭിനേതാക്കളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ അഥർവയും നിമിഷ സജയനും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നോക്കുകയാണെങ്കിൽ DNA ഒരു നല്ല പ്രമേയത്തെ അടിസ്ഥാനമാക്കിയെടുത്ത ഒരു ത്രില്ലറാണ്. എന്നാൽ തിരക്കഥയിലെ ചില പോരായ്മകൾ ചിത്രത്തെ ബാധിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും സസ്പെൻസും ഇൻവെസ്റ്റിഗേഷനും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തവണ കണ്ടിരിക്കാവുന്ന ചിത്രമാണിത്. OTT പ്ലാറ്റ്ഫോമിൽ സമയം കളയാതെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. ജൂലൈ 25, 2025 വെള്ളിയാഴ്ച സമ്മിശ്രമായ പ്രതികരണങ്ങളോടുള്ള സിനിമകളാണ് റിലീസായത്. തിയേറ്റർ റിലീസുകളിലെ ഒരു റൊണാൾഡോ ചിത്രം ഒരു ചെറിയ ഹൃദയസ്പർശിയായ ഒരു ഫീൽ ഗുഡ് സിനിമയായി പ്രേക്ഷകരെ ആകർഷിക്കാനായിട്ട് സാധ്യതയുണ്ട്. മറ്റ് തിയേറ്റർ റിലീസുകൾ ഞാൻ പറഞ്ഞതൊക്കെ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓരോ വിഭാഗങ്ങളിൽ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടായിട്ടാണ് ഓരോ പടങ്ങൾ എത്തിയിട്ടുള്ളത്. OTT റിലീസുകളിലെ റോന്ത് ഒരു മികച്ച പോലീസ് ത്രില്ലറായിട്ട് വേറിട്ട് നിൽക്കുന്നു. ശക്തമായ തിരക്കഥയും അഭിനേതാക്കളുടെ പ്രകടനവുമാണ് ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാം. X&Y വ്യത്യസ്തമായ പ്രമേയം കൊണ്ട് ശ്രദ്ധേയമായെങ്കിലും അവതരണത്തിലെ പാളിച്ചകൾ ഒരു വെല്ലുവിളിയായി. DNA ഒരു ശരാശരി ത്രില്ലർ അനുഭവം നൽകുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച മലയാള സിനിമ പ്രേക്ഷകർക്ക് തിയേറ്ററുകളിലും വീട്ടിലിരുന്നും കാണാനായിട്ട് കുറഞ്ഞത് 3-4 പുതിയ സിനിമകളുണ്ട്. ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന ചിത്രങ്ങളാണ് ഇവയെല്ലാം. ഈ ഒരു റിവ്യൂ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ സീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.